എല്ലാവർക്കും ക്രിപ്റ്റോമേനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ടോൺ സൊസൈറ്റിയുടെ ഒരു ഫ്രീ SBT മിൻറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ടോൺ സൊസൈറ്റി അല്ലെങ്കിൽ എന്താണ് SBT. ഓക്കെ, അപ്പോൾ ടോൺ സൊസൈറ്റി എന്ന് പറയുന്നത് ടോൺ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക്, പിന്നെ അതുപോലെ തന്നെ ടെലഗ്രാമിലെല്ലാം ഗെയിംസ് എന്നാണ് വെക്ടറി ഗെയിംസ് എന്നാണ് അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ അത് മിക്കതും ടോണിൻ്റെ തന്നെയാണ് ഒട്ടുമിക്ക ഗെയിംസ് അതുപോലെ പ്രോജക്റ്റുകൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂസേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് എന്ത് ടോൺ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ യൂസേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ടെലഗ്രാമിലുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ഗ്രൂപ്പായിട്ട് കാണരുത്. കാരണം ഇതിൽ വരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് സാധാരണ മെമ്പേഴ്സ് യൂസേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അത് കൂടാതെ ഇതിൻ്റെ തന്നെ പല പല പ്രോജക്റ്റുകളുടെ ഡെവലപ്പേഴ്സ്, അങ്ങനെ പല ലെവലിലുള്ള ആളുകളുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു യൂഷ്വൽ കമ്മ്യൂണിറ്റി അല്ല. അത് മാത്രമല്ല ടോൺ സൊസൈറ്റി അല്ല ടോൺ ബ്ലോക്ക് ചെയിൻ്റെ ഏറ്റവും വലിയ യൂസേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ടോണിൻ്റെ എന്തെങ്കിലും ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതുപോലെ പുതിയ പുതിയ പ്രോജക്റ്റുകളൊക്കെ വരുമ്പോൾ ഇവരായിട്ട് എന്ത് ചെയ്യാറുണ്ട്, പാർട്ട്ണർഷിപ്പ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. പിന്നെ ടോൺ കമ്മ്യൂണിറ്റി വഴി എന്ത് ചെയ്യാറുണ്ട്, പല പ്രോജക്റ്റുകളും അവർ ടോക്കൺസൊക്കെ എയർ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇവൻറ്റ്സ് നടക്കുമ്പോൾ ചില പ്രോജക്റ്റുകൾ എന്ത് ചെയ്യാറുണ്ട്, ഇവരായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ കമ്മ്യൂണിറ്റിത്തെ മെമ്പേഴ്സിന് റിവാർഡ്സ് ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ട് ഇതിലത്തെ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടൊരു SBT നിങ്ങളുടെ വാലറ്റിക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ് SBT എന്നാണ്. ഓക്കെ, അപ്പോൾ SBT എന്താണെന്ന് പറഞ്ഞാൽ സോൾ ബൗണ്ടഡ് ടോക്കൺ എന്നാണ് SBT എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ SBT എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു NFT പോലെ തന്നെയാണ്. ഓക്കെ, നോൺ ഫഞ്ചബിൾ ടോക്കൺ പോലെ തന്നെയാണ്. പക്ഷേ ഒരു SBTയും അതുപോലെ NFT തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ SBT നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിൽക്കാനോ വാങ്ങാനോ പറ്റില്ല. ഓക്കെ, നമ്മളത് ഒരു തവണ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റ് വഴി നമ്മളത് ഒരു വാലറ്റിലേക്ക് ക്ലെയിം ചെയ്തെടുത്താൽ ജീവിതകാലം മൊത്തം ആ വാലറ്റിൽ തന്നെ എന്ത് എടുക്കും, ആ SBT എടുക്കും. നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാനോ വിൽക്കാനൊന്നും പറ്റില്ല. പക്ഷേ NFT നമുക്കറിയാം, NFTക്ക് മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, വാങ്ങാം, അതിൻ്റെ വില കൂടും, അപ്പോൾ നമുക്ക് വിൽക്കാം. അങ്ങനെയൊക്കെയാണ് NFTs ഉള്ളത്. ഓക്കെ, അപ്പോൾ SBT ഒരു NFT ആണ്, പക്ഷേ എന്താ പറയുക ട്രാൻസ്ഫറബിൾ അല്ല. ഓക്കെ, അപ്പോൾ SBTയുടെ ഏറ്റവും വലിയൊരു മെയിൻ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ക്രിപ്റ്റോ സ്പേസിൽ ഒരു പാസ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ എന്താണ് ഒരു ഡോക്യുമെൻറ്റ് പോലെയാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ പല പ്രോജക്റ്റുകളും ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് ഫീസ് കൊടുത്തിട്ട് മിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന SBTs പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓരോ പ്രോജക്റ്റിനനുസരിച്ചാണ് അവർ കൊടുക്കുന്ന SBTയുടെ കാര്യങ്ങളൊക്കെ ഇരിക്കാം, ക്യാരക്ടേഴ്സൊക്കെ വരാം. അപ്പോൾ ഈ SBT ഒരു പ്രോജക്റ്റ് നമുക്ക് തരുമ്പോൾ ആ പ്രോജക്റ്റിന് എന്തെങ്കിലും ഇവൻ്റായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പല ഒക്കേഷൻസിലാണ് ഇവർ SBTs പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ടോൺ സൊസൈറ്റിയുടെ ഈ SBT എന്ന് പറയുന്നത് OG ബാഡ്ജ് എന്ന് പറഞ്ഞൊരു SBT ആണ് വരുന്നത്. ഓക്കെ, OG എന്ന് പറയുമ്പോൾ ഒറിജിനൽ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് അവർ. അപ്പോൾ ഈ ഒരു SBT നമുക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പല പല പ്രോജക്റ്റുകളും നമ്മൾ പറഞ്ഞല്ലോ, ഇവരായിട്ട് കൊളാബറേഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇവൻറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവർ വഴി റിവാർഡ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു SBT നമ്മൾ ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വാലറ്റ് വേണ്ടി ആ ഒരു എയർ ഡ്രോപ്പ് അല്ലെങ്കിൽ റിവാർഡ്സിന് നമ്മൾ എന്താണ് അർഹരവും. അല്ലെങ്കിൽ ചില പ്രോജക്റ്റുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ഇവർ ഓൾറെഡി പറയും ആർക്കാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഇന്ന ടാസ്കുകൾ ചെയ്താൽ ഇത്ര റിവാർഡ്സ് വെച്ച് കിട്ടുമെന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് കൂടാതെ ഈ OG SBT അല്ലെങ്കിൽ ഇവരുടെ SBTs ഒക്കെ ഇന്ന് പല ടൈപ്പിലുള്ള SBTs ഒക്കെ ഉണ്ടാവും ഓരോ പ്രോജക്റ്റിലും. ഇന്ന SBTs ഒക്കെ ഉള്ളവർക്ക് എക്സ്ട്രാ ഇത്ര പോയിൻറ്റ്സ് കിട്ടും അല്ലെങ്കിൽ എക്സ്ട്രാ ഇത്ര ടോക്കൺസ് റിവാർഡ് കിട്ടുന്നൊക്കെ ആണ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ SBT നിങ്ങൾ ടോൺ സൊസൈറ്റിയിൽ നിന്ന് ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ ഈ ഒരു ടോൺ സൊസൈറ്റിയുടെ SBT നിങ്ങൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം ഈ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഏർലിയർ അഡോപ്റ്റേഴ്സാണ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടറാണ് നിങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു രേഖയാണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു SBT വേറെ വാലറ്റുകൾക്ക് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇത് ക്ലെയിം ചെയ്ത ആളുടെ വാലറ്റിൽ തന്നെയാണ് എന്ത് ചെയ്യുക, ഇത് ജീവിതകാലം മൊത്തം നിൽക്കുക. അപ്പോൾ അതിനർത്ഥം വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ SBT വെച്ചിട്ട് നിങ്ങളുടെ പേരിൽ ടോക്കൺസ് റിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ഒരിക്കലും കിട്ടില്ല. ഈ SBT ക്ലെയിം ചെയ്യാനുള്ള സ്റ്റെപ്പ് പേര് സിമ്പിൾ സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊരു റെഫർ ലിങ്ക് കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാനുള്ളൊരു ലിങ്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു SBT ക്ലെയിം ചെയ്യാനുള്ള സൈറ്റിലേക്കാണ് എത്തുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് മുകളിൽ കണക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ കണക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടോൺ വാലറ്റ് കണക്ട് ചെയ്യുക. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ടോൺ വാലറ്റ് എന്ന് ഉദ്ദേശിച്ച് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടോൺ വാലറ്റിലേക്കാണ് ഈ SBT കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരാൾ മൾട്ടിപ്പിൾ SBTs ഒന്നും ക്ലെയിം ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു മെയിൻ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക, ഇത് കണക്ട് ചെയ്തിട്ട് SBT റിസീവ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണക്ട് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ടെലഗ്രാം വാലറ്റാണ് കണക്ട് ചെയ്യുന്നത്.
കാരണം ഭാവിയിലും ടെലഗ്രാം വാലറ്റ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പൺ വാലറ്റിന് ടെലഗ്രാം കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സാധാരണ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ കണക്റ്റ് വാലറ്റ് കൊടുക്കുക. നമ്മൾ കണക്റ്റ് വാലറ്റ് കൊടുത്തു. ഇനി ബാക്ക് ടു ടോൺ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ കണക്റ്റ് വാലറ്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ കണക്റ്റ് എന്നുള്ള ഓപ്ഷൻ പോയിണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇവിടെ ഒരു പ്രൊഫൈലിൻ്റെ ഒരു ചിഹ്നം വന്നിട്ടുണ്ടായിരിക്കും. അവിടെ പോയിട്ട് പ്രൊഫൈലൊന്ന് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് പ്രൊഫൈൽ ഉണ്ടാവും, പേര് അതുപോലെ തന്നെ മാറിയൊക്കെയായിരിക്കും എടുക്കേണ്ടാവുക. അത് ജസ്റ്റ് അനോണിമസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എഡിറ്റ് പ്രൊഫൈൽ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ വെക്കാം. ഇത് ഏത് പേര് വെച്ചിട്ട് ചെയ്താലും ഇഷ്യൂ ഉള്ള കേസല്ല. പക്ഷേ നിങ്ങൾക്ക് ഈ SBT കിട്ടണമെങ്കിൽ പറഞ്ഞല്ലോ, ഇതൊരു ഐഡൻറ്റിറ്റി പോലെയാണ്, ഐഡൻറ്റിറ്റി കാർഡ് പോലെയൊക്കെയാണ് ശരിക്കും. അപ്പോൾ നിങ്ങളുടെ റിയൽ നെയിം അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റിയൽ ഫോട്ടോ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് കിട്ടും, SBT നമുക്ക് പെട്ടെന്ന് ക്ലെയിം ചെയ്ത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ബോട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബോട്ടുകളാണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ക്ലെയിം ചിലപ്പോൾ അവർ എന്ത് ചെയ്യും, നിരസിച്ചെന്ന് വരും. അല്ലെങ്കിൽ നമുക്കത് SBT ക്ലെയിം ചെയ്ത് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് ഏറ്റവും നല്ലത് നിങ്ങൾ നിങ്ങളുടെ തന്നെ ഫോട്ടോസ് കാര്യങ്ങൾ കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് ഒരിക്കലും വേറെ ആൾക്കാരായിട്ട് ഷെയർ ചെയ്ത് പോകുന്ന സംഭവം ഒന്നല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ സെറ്റ് ഫോട്ടോയിൽ എന്ത് ചെയ്യണം, ഫോട്ടോ കൊടുക്കണം, നിങ്ങളുടെ പേര് കൊടുക്കുക. ബയോയിലുണ്ട്, ബയോയിൽ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് കൊടുത്താൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻ്റ് ചെയ്യേണ്ടതാണ് കണക്റ്റ് ടെലഗ്രാം എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കണക്റ്റ് ടെലഗ്രാം എന്നുള്ളത് കൊടുക്കുക. നിങ്ങൾ ടെലഗ്രാമിൻ്റെ ഫോൺ നമ്പർ അവിടെ നിങ്ങൾ അടിച്ചു കൊടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ടെലഗ്രാമിക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും ടെലഗ്രാമിൻ്റെ. അപ്പോൾ നിങ്ങൾ അതിൽ പോയി കൺഫേം കൊടുത്താൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഇതിൽ ടെലഗ്രാം കണക്റ്റ് ആവും. ടെലഗ്രാമിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വരുന്നുണ്ടാവും. അത് ജസ്റ്റ് കൺഫേം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ബാക്ക് അടിച്ച് പോവുക. ഓക്കെ, അതുപോലെ തന്നെ ടെലഗ്രാമിൻ്റെ ഒതൻറ്റിക്കേഷൻ വരുമ്പോൾ കൊടുത്തിട്ടുണ്ടാവും, ഇവിടെ അക്സെപ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ കണക്റ്റഡ് എന്നുള്ളടത്ത് കണക്റ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ പേര് തന്നെ കൊടുക്കുക. അങ്ങനെ ബയോയിൽ നമുക്ക് എന്തുകൊണ്ടും ആഡ് ചെയ്യാം. ഇപ്പോൾ ബയോയിൽ ഇപ്പോൾ ഇതന്നെ നിങ്ങൾ ആഡ് ചെയ്യണമെന്നൊന്നുമില്ല, ഇപ്പോൾ ആഡ് ചെയ്യാതെ പോലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു ഇമേജ് ആഡ് ചെയ്തു. ഇമേജ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിക്ക് വയ്ക്കാൻ നോക്കട്ടോ. ഓക്കെ, അതായത് റിയൽ ഫോട്ടോ വെച്ചാൽ അത്രയും പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു SBT ആയതുകൊണ്ട് പലരും ഇഷ്ടം പോലെ ബോട്ട് വെച്ചൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇത് SBTs ക്ലെയിം ചെയ്യാൻ നോക്കും, ഇങ്ങനെ ഇതിന് വാല്യൂ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റിയൽ പേഴ്സൻ്റെ ഐഡൻറ്റിറ്റി കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ക്ലെയിം ചെയ്ത് കിട്ടും. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചേഞ്ചസ് കൊടുത്താൽ മതി. അപ്പോൾ സേവ് ചെയ്ത് പോവും. ഓക്കെ, അപ്പോൾ നമ്മളിത് പ്രൊഫൈൽ എഡിറ്റ് ചെയ്തു. ഇനി ജസ്റ്റ് ഗെറ്റ് SBT എന്നുണ്ടായിരിക്കും, അതിൽ ജസ്റ്റ് ഗെറ്റ് SBT കൊടുക്കുക. അപ്പോൾ നോക്കാം, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുക. ഈ ഒരു സംഭവമാണ് നമ്മുടെ വാലറ്റിക്ക് വരാം. നിങ്ങൾ കണക്ട് ചെയ്ത വാലറ്റ് ഏതാണോ അവിടേക്കാണ് ഈ ഒരു OG ബാഡ്ജ് വരാം. നമ്മൾ ഗെറ്റ് റിവാർഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗെറ്റ് റിവാർഡ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി യുവർ റിവാർഡ് വിൽ അപ്പിയർ ഇൻ യുവർ പ്രൊഫൈൽ സൂൺ. അപ്പോൾ അടുത്തന്നെ കിട്ടുന്ന സംഭവം ഗോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും എന്താണ്, പെൻഡിങ് അവാർഡ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ടോൺ സൊസൈറ്റി OG ബാഡ്ജാണ് സംഭവം. അത് ഇപ്പോൾ പെൻഡിങ് ആണ്. നിങ്ങൾ ഒരു 4-5 മണിക്കൂറോ അല്ലെ മാക്സിമം ഒരു ഡേ. ഓക്കെ, അപ്പോൾ 29-ാം തീയതി വരെയാണ് ഈ ഒരു ഇവൻ്റ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇത് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനുള്ളിൽ ഇപ്പോൾ കളക്ട് ചെയ്ത് വെക്കുന്നവർക്ക് ഫ്യൂച്ചറിൽ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിട്ട് മാറും. ഇനിയിപ്പോൾ യാതൊരു കേസിൽ യൂസ്ഫുൾ ആയിട്ട് വന്നില്ലെങ്കിലും നിങ്ങളുടെ വാലറ്റിക്ക് ഒരു SBT അല്ലെങ്കിൽ NFT വെറുതെ കിടക്കുന്നത് നല്ലൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇത് മിസ്സാക്കാതിരിക്കുക. പിന്നെ ഇത് പറഞ്ഞല്ലോ, ടോൺ സൊസൈറ്റിയുടെ OG ബാഡ്ജ് എന്ന് പറയുമ്പോൾ നോർമൽ SBTs ഉണ്ട് അവരിറക്കുന്നത് പലതും, പക്ഷേ അതുപോലെയല്ല, ഇത് കുറച്ചുകൂടി വാല്യൂ ഉള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ടെലഗ്രാമിക്ക് മെസ്സേജ് വരും, ടോൺ സൊസൈറ്റിയുടെ ബോട്ടിന് മെസ്സേജ് വരും, ഹാദർ യു ഹാവ് റിസീവ്ഡ് ന്യൂ റിവാർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ കണക്ട് ചെയ്ത വാലറ്റ്, ഞാൻ ടെലഗ്രാമാണ് കണക്ട് ചെയ്തത്. അപ്പോൾ അതെടുക്കുക, നമ്മൾ ടോൺ സ്പേസിൽ പോകാം. ടോൺ സ്പേസിൽ പോയിട്ട് കളക്റ്റബിൾസിൻ്റെ അവിടെ കാണാൻ പറ്റും. അവിടെ കണ്ടോ 2 കിടക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മൾ നോമി സ്കോർ ജസ്റ്റ് മുന്നിൻ്റേതാണ്, ടോൺ സൊസൈറ്റിയുടെ SBT ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ആണോ സംഭവമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ
ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഈവൻസിൽ കാര്യങ്ങളൊക്കെ പങ്കെടുത്ത ആളാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി മെമ്പർ ആണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ ഇത്തരത്തിലുള്ള SPTs അല്ലെങ്കിൽ അവരുടെ ഇവൻറ്റ്സുകളിലും ടാസ്കുകളൊക്കെ ചെയ്തിട്ടുള്ളവർക്കായിരിക്കും എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. അല്ലാതെ പോകുന്നവരും വരുന്നവരൊന്നും എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു ഇവൻ്റ് ആണെങ്കിൽ കൂടി അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനാണ് കൂടുതൽ എന്ത് ചെയ്യുക, പ്രിവിലേജ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, മുൻഗണന കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് തിരിച്ചറിയാനുള്ള ഏക മാർഗ്ഗം എന്താണ്, അവരുടെ SBTs അവരുടെ വാലറ്റിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പങ്കെടുത്ത ആൾക്കാർക്ക് മാത്രമേ SBT കിട്ടുള്ളൂ. പങ്കെടുക്കാത്ത ഒരാൾക്ക് വേറൊരു മെമ്പറുടെ എന്ത് ചെയ്യാൻ പറ്റില്ല, SBT ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത് വാങ്ങാനോ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇതൊരു ഐഡൻറ്റിറ്റി ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യുക. 29 ലാസ്റ്റ് ഡേറ്റ്. ഈ ഒരു വീഡിയോ എന്ന് വരും നമുക്ക് അറിയാൻ പറ്റില്ല, നമ്മൾ ഇടാൻ പോകുന്നത് എന്നാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് മിസ്സാക്കാതിരിക്കണം നല്ലത്. ഓക്കെ, കാരണം പല കേസുകളിലും ഇനി ഫ്യൂച്ചറിൽ വരും. ഓക്കെ, ബെനിഫിറ്റഡ് ആയിരിക്കും.